ഓക്കെ, ഇനി അപ്പോൾ അടുത്ത് വരുന്നതാണ് ഈ വേരിയബിൾ ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് അറിയാം ഈ ബാത്ത് ടബ് കർവിൽ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് ഫെയിലിയർ ആയിട്ട് വരുന്ന സിറ്റുവേഷൻ ഉണ്ട്, അതാണ് യൂസ്ഫുൾ ലൈഫ്. അപ്പോൾ ഈ യൂസ്ഫുൾ ലൈഫിൽ നമുക്ക് R = -λ എന്നുള്ള ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. അതായത് യൂസ്ഫുൾ ലൈഫിലുള്ള റിലയബിലിറ്റി നമുക്കിപ്പോൾ കണ്ടുപിടിക്കാൻ അറിയാം. പക്ഷേ മറിച്ച് യൂസ്ഫുൾ ലൈഫ് അല്ല എങ്കിൽ ലാംഡ എന്താണ് വേരിയിങ് ആണ്. ഇവിടെ ബേൺ ഔട്ട് പീരീഡും ഇവിടെ ബേൺ ഇൻ പീരീഡും ഇവിടെ വെയർ ഔട്ട് പീരീഡും. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ലാംഡ എന്താണ് കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ എങ്ങനെ റിലയബിലിറ്റി കണ്ടുപിടിക്കും എന്നുള്ളതിനുള്ള ഉത്തരമാണ് ഈ വേരിയബിൾ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ വേരിയബിൾ ഡിസ്ട്രിബ്യൂഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റിൻ്റെ റിലയബിലിറ്റി എങ്ങനെയാണ് വേരി ചെയ്യുകയെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ താഴോട്ട് എഴുതാം. T/θ ഇത് റൈസ് ടു ബീറ്റ, ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ ബീറ്റ എന്താണെന്ന് വെച്ചാൽ ഷേപ്പ് പാരാമീറ്ററും തീറ്റ സ്കെയിൽ പാരാമീറ്ററുമാണ് എന്നാണ് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ രണ്ടുള്ള പേര്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തായാലും ബീറ്റയും തന്നിരിക്കും തീറ്റയും തന്നിരിക്കും. ഇത് നമുക്ക് എളുപ്പമാണ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. റിലയബിലിറ്റി കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുന്നത്. T സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ എന്താണ്, ഇതാണല്ലോ നമ്മുടെ ഫോർമുല. അപ്പോൾ ബീറ്റ വലുതാണെന്ന് വിചാരിക്കുക. ഓക്കെ, വലുതാണെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ബീറ്റ >1 ആണെന്ന് വിചാരിക്കുക. ബീറ്റ >1 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് ഭയങ്കര വലുതായിരിക്കും അല്ലേ. സപ്പോസ് ബീറ്റ 2 ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ. ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് എന്താണ് ഈ മൊത്തം സാധനം ചെറുതാവും. ഈ മൊത്തം സാധനം അത്രയും ചെറുതായിക്കൊണ്ടിരിക്കും മൈനസ് ഉള്ളതുകൊണ്ട്. ഈ മൊത്തം സാധനം ചെറുതാവുന്നു എന്ന് വെച്ചാൽ റിലയബിലിറ്റി കുറയുന്നു എന്നല്ലേ അർത്ഥം. കാര്യം ഇത് റിലയബിലിറ്റിയുടെ ഫോർമുലയില്ലേ. അപ്പോൾ റിലയബിലിറ്റി കുറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ കൂടുന്നു. അതായത് ഈ ഫെയിലിയർ റേറ്റ് ലാംഡ കൂടുന്നു. അതാണ് ഇവിടെ ഇങ്ങനെ കൂടിപ്പോകുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ബീറ്റ >1 ആണെങ്കിൽ അത് ഈ ബേൺ ഔട്ട് പീരീഡാണ്. മറിച്ച് ബീറ്റ <1 ആണെങ്കിൽ ഇത് എന്താണ് ബേൺ ഇൻ പീരീഡാണ്. ഇത് വെയർ ഔട്ട് പീരീഡാണ്. ബീറ്റ =1 വരുന്ന സാഹചര്യത്തിലാണെങ്കിൽ R = e⁻t/θ എന്നുള്ള ഇതിലായിരിക്കും. അവിടെയാണ് എന്താണ് നമ്മുടെ യൂസ്ഫുൾ ലൈഫ് വരുന്നത്. അവിടെ നമുക്ക് വേറൊരു ഒബ്സർവേഷൻ കൂടെ നടത്താം. ഫോർ യൂസ്ഫുൾ ലൈഫ് ആണെങ്കിൽ റിലയബിലിറ്റി =e⁻t/θ എന്നാണല്ലോ. നമുക്കല്ലെങ്കിൽ പറയാം R = e⁻λT അഥവാ e⁻t/mttf എന്ന് പറയാമല്ലോ. കാര്യം 1/λ MTTF. അപ്പോൾ MTTF ആണ് തീറ്റ വരുന്നത് യൂസ്ഫുൾ ലൈഫിൽ. അങ്ങനെ ഒരു ഒബ്സർവേഷൻ കൂടെ നമുക്ക് നടത്താം. പക്ഷേ ഇതിൻ്റെ വേരിയബിൾ ഡിസ്ട്രിബ്യൂഷൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ യൂസ്ഫുൾ ലൈഫ് അല്ലാത്ത പീരീഡ് നമുക്ക് ഉപയോഗിക്കാനാണ്.